ഞാൻ അസൈൻ വിളിച്ചത് പ്രകാരം വരുമ്പോൾ അസൈനോട് ചോദിച്ചു ഈ അനുഗ്രഹ ഫ്ലാറ്റ് വരെ പോകണം എന്ന് പറഞ്ഞു. വണ്ടി കൊണ്ടുവരണോ അതോ സ്കൂട്ടറോ? അപ്പോൾ കാറ് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ പഴയ വഴിയല്ല, പുതിയ വഴി. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫ്ലാറ്റിലോട്ട് കയറുമ്പോൾ പുതിയ അടിപൊളിയായുള്ള വഴി. അപ്പോൾ നമ്മൾ ഷിഹാബുദ്ദീൻ സുഖമില്ലാതെ കിടക്കുന്നത് ഇവിടെ ഇലക്ഷന് നേതൃത്വം കൊടുത്ത നമ്മുടെ സഹപ്രവർത്തകർ ഷിഹാബുദ്ദീൻ. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം കഴിഞ്ഞ 20 വർഷത്തിന് ശേഷം ഒരു പുതിയ ഒരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എനിക്കൊരു അത്ഭുതമായി. അതിന് അസൈൻ കൗൺസിലർ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാം. അസൈൻ എവിടെ വരുന്നോ അവിടെ ഒരു മാറ്റം ഉണ്ടാകും. നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സിലായാലും ഇരവിപുരത്തെ യൂത്ത് കോൺഗ്രസ്സിലായാലും പള്ളിമുക്കിലായാലും അതേപോലെ തന്നെ ആക്കോലിയിൽ കൗൺസിലറായപ്പോൾ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി അദ്ദേഹം സംസാരിക്കും. ആക്കോലി ഡിവിഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഡിവിഷൻ 2000 രൂപീകരിച്ചതിന് ശേഷം അൻസാരിക്ക വന്ന് ചെയ്തതല്ലാതെ ഇവിടെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിനുശേഷം 25 വർഷക്കാലം ഈ ഡിവിഷന് വളർന്ന ശേഷം വന്ന കൗൺസിലർ AK അസൈൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു വികസനം ഇവിടെ കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ അനുഗ്രഹ സുനാമി ഫ്ലാറ്റിലെ റോഡുകൾ പല ഇടവഴികളും ഇൻ്റർലോക്ക് ചെയ്ത്, അതുപോലെ തന്നെ ഫ്ലാറ്റിൻ്റെ റോഡും ഇൻ്റർലോക്ക് ചെയ്ത് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി അമൃത് പദ്ധതിയിൽപ്പെടുത്തി കുടിവെള്ളത്തിൻ്റെ പരിപാടി ഇപ്പം ഏകദേശം തുടങ്ങാറായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു വികസനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ പോകുന്നു. കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സത്യത്തിൽ ഒരു ജനകീയ നേതാവായി കൗൺസിലറായി മാറിക്കഴിഞ്ഞു. ആക്കോലിൽ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 വർഷക്കാലം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ പോയിരുന്നൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ താമസിക്കുന്ന 10,000-കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഡിവിഷൻ എല്ലാ മേഖലകളിലും വളരെ സാധാരണക്കാരാണ്. ഇവിടെ തന്നെ സുനാമി ഫ്ലാറ്റുകൾ, ലക്ഷം വീട് കോളനികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി തന്നെ ആദ്യത്തെ കൗൺസിൽ മീറ്റിംഗിൽ തന്നെ കൃത്യമായ ഒരു പ്രത്യേക ഫണ്ട് ഫ്ലാറ്റുകൾക്ക് ഉൾപ്പെടെ വേണമെന്ന് ബഹുമാനപ്പെട്ട മേയറോടും ഡെപ്യൂട്ടി മേയറോടും കൗൺസിലിൽ ആവശ്യപ്പെടുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 50 ലക്ഷം രൂപയാണ് ഒരു കൗൺസിലർക്ക് ഒരു വാർഷിക പദ്ധതിയിൽ വന്നിട്ടുള്ളത്. എന്നാൽ അതിലധികം കൃത്യമായി ഈ ഫ്ലാറ്റുകൾക്കും അതുപോലെ ഇവിടെ 3 വർഷമായി അടഞ്ഞു കിടക്കുന്ന ശ്മശാനം അതിൻ്റെ വർക്ക് ഇപ്പോൾ തുടങ്ങിയാണ്. 5 കോടി രൂപയാണ് കൊല്ലം കോർപ്പറേഷൻ്റെ കീഴിലുള്ള 2 ശ്മശാനങ്ങൾക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ വർക്ക് തുടങ്ങി. ഇവിടെ കുടിവെള്ള പ്രശ്നമുള്ള മേഖലയാണ്. ഇപ്പോൾ കുടിവെള്ള പ്ലാന്റ് ഇപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ എസ്റ്റിമേറ്റൊക്കെ എടുത്ത് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ സ്കെച്ച് പ്ലാനിങ്ങും എല്ലാം കഴിഞ്ഞ് ഈ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. അതോടൊപ്പം 18ഓളം വഴികൾ ഇൻ്റർലോക്ക് ചെയ്യാൻ സാധിച്ചു. 248ഓളം ലൈറ്റുകൾ നമുക്ക് മാറാൻ സാധിച്ചു. 2 ഹൈമാസ് ലൈറ്റ് മാറാൻ സാധിച്ചു. ഇനിയും ഒരുപാട് പദ്ധതികളുമായി ഈ ഡിവിഷനിൽ മുന്നോട്ട് പോകണം. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഏറ്റവും പ്രചോദനം എന്ന് പറയുന്നത് ഈ ഡിവിഷനിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. ഇപ്പോൾ ഇരിക്കുന്ന ഷാഹുദ്ദീൻ അവരൊക്കെ വലിയ രീതിയിൽ ഈ ഒരു മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. തൊട്ടടുത്തിരിക്കുന്ന മധുചേട്ടൻ, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളിവിടെ ഒരു ഓടി എത്തുന്നതിന് മുമ്പേ ഒരു വിഷയം ഉണ്ടെങ്കിൽ അവരൊക്കെ അവിടെ ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതോടൊപ്പം ഇവിടെയുള്ള മറ്റ് നൗഫലടക്കമുള്ള നിരവധി യൂത്ത് പ്രസിഡന്റുമാർ, അൻഷാദ് അടക്കമുള്ള, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് സമീന ഇത്ത, അതുപോലെ രജനി ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് നമുക്ക് വേണ്ടി എല്ലാ പ്രവർത്തനവും ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഡിവിഷനാക്കി മാറ്റി. ഏതായാലും വികസനത്തിൻ്റെ നാൾവഴികൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ആക്കോലി മാറും, ഞങ്ങളത് മാറ്റും.